എൻ്റെ ചങ്ങായിമാർക്ക് ഇന്നത്തെ ചട്ടിച്ചോറ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു തനി നാടൻ സ്റ്റൈലിൽ കുറച്ച് വിഭവങ്ങളായിട്ടുള്ള ഒരു ചട്ടിച്ചോറാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇനി ഫ്യൂച്ചറിലിടുന്ന വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചട്ടിച്ചോറ് ഇന്ന് വരെ ഞങ്ങൾ പുറത്തു പോയി കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടി മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെതാണ്. അപ്പോൾ സാധാരണ മട്ട റൈസിനെ പോലെ ഒരുപാട് വേവൊന്നുമില്ല ഇതിന്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അധികം ടൈമില്ലാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നല്ല നാടൻ തേങ്ങ അരച്ച മീൻകറിയുടെ കൂടെ ചോറ് വയ്ക്കാൻ ഇഷ്ടം ഈ വെളുത്തരിനേക്കാളും ചോന്നരി തന്നെയാണ്. നമ്മളെ കാര്യമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ചോറുണ്ടാക്കുമ്പോൾ മിക്കവാറും ഒഴിച്ചു കൂടാത്തൊരു സാധനമാണ് ഈ ചെറുപയർ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ഉച്ചക്കഞ്ഞി കുടിച്ചുകൊണ്ടായിരിക്കാം ചോറും ചെറുപയറും ഇന്നും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. എന്നെപ്പോലെ സ്കൂളിൻ്റെ വരാന്തയിൽ നല്ല പടിഞ്ഞിരുന്ന് ചങ്ങായിമാരുടെ ചോറും ചെറുപയറെല്ലാം അടിച്ചിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കട്ടാ. അതെല്ലാം ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ തന്നെയാണിപ്പോൾ. അപ്പോൾ ചെറുപയർ പുഴുങ്ങിയതാണ്. നമ്മളെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത്. അപ്പം നന്നായി കഴുകി ഒരു ഏകദേശം അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കണക്കൊന്നുമില്ലൊരു കൈ കണക്കാണ്. പിന്നെ ഒരു പച്ചമുളകും അതിൽ മുറിച്ചിടാം. പിന്നെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. അപ്പോൾ ഒരടുപ്പിൽ ചെറുപയറും വെച്ചിട്ടുണ്ട്, മറ്റേതിൽ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും അവിടെ നിന്ന് വാവട്ടെ. അപ്പോൾ ബാക്കിയുള്ള പണി അതിൻ്റെ ഇടയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നാടൻ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് മീൻ. അത് മീൻ കറി ആയാലും മീൻ പൊരിച്ചതായാലും ഒരു സ്പെഷ്യൽ തന്നെയാണ്. വേറെ ഒന്നും അതിന് കമ്പയർ ചെയ്യാനുണ്ടാവില്ല, ചിക്കനായാലും മട്ടനായാലും. അപ്പോൾ നമ്മൾ കുഞ്ഞു മീൻ നോക്കി പോയതായിരുന്നു. ചെറിയ മീൻ, പരലോ അങ്ങനെ എന്തെങ്കിലും നാട്ടിലെ പോലെ ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് ചെറിയ മീൻ. അപ്പോൾ നമ്മൾ ചോറെല്ലാം വേവുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് മീനിൻ്റെ പരിപാടി എടുത്തത്. അപ്പോൾ കുഞ്ഞ് അയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അതിന് നല്ല കീറിട്ട് അതിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇനി എപ്പോഴും നമ്മളെ നാടൻ ചോറിന് പറ്റിയത് നല്ല പരലാണ്. പിന്നെ ചെറിയ സൈസുള്ള മീനും ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല അടുക്കടുക്കെ ഇങ്ങനെ കീറിട്ട് കൊടുക്കുക, എന്നാലേ മസാല ശരിക്കും അതിന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മീൻ പൊരിക്കാൻ ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായി നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 വെളുത്തുള്ളി, ഇതുമ്പോൾ കൊണ്ടുവന്ന വെളുത്തുള്ളി ബാക്കിയുള്ളതാണ്, നന്നായി ചതച്ചെടുക്കുന്നുണ്ട് ഒരു കല്ല് വെച്ചിട്ട്. അപ്പോൾ പേസ്റ്റൊക്കെ ചേർക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ കല്ല് വെച്ച് നല്ല ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ഒന്ന് തേച്ച് പെരക്കി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് നന്നായി കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില നന്നായി ഒന്ന് മുറിച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ മീൻ പൊരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചേർക്കാറുള്ളത് സാമ്പാർ പൊടിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ. പിന്നെ ആവശ്യത്തിന് മഞ്ഞളും. പിന്നെ എപ്പോഴെന്ത് ഫ്രൈ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി തേച്ച് പിടിപ്പിച്ച് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര സമയം നമ്മൾ വെക്കുന്നോ അത്രയും മസാല പിടിച്ചാലേ മീൻ പൊരിച്ചതായാലും ചിക്കൻ പൊരിച്ചതായാലും എല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇപ്പം കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. മുളക് പൊടി പറയാൻ മറന്നിട്ട് ആ മുളക് പൊടി പിന്നെ എന്തായാലും ചേർക്കണമല്ലോ. ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് അതിന് നല്ല കളറുണ്ട്. അതുകൊണ്ട് തന്നെ എരിവ് കുറവാണ്. ഏകദേശം 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം മീൻ നല്ലോണം മസാല എല്ലാം പെരക്കി വെച്ച് ഇനി ബാക്കിയുള്ള പണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണിയും കൂടി കഴിഞ്ഞിട്ട് അവസാനം ഇത് പൊരിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത പണി ഒരു മീൻ മുറി തന്നെയാണ്. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടത് കുഞ്ഞാവൂലിയാണ്, വെളുത്താവൂലി. അപ്പോൾ സാധാരണ മീൻ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുറിച്ചിട്ടാണ് വാങ്ങൽ.
പിന്നെ വലിയ മീനിലാണെങ്കിൽ മുറിക്കണ്ടു. പിന്നെ ഇത് കുഞ്ഞു മീനാണ്. പിന്നെ ഇതിനറിയാമല്ലോ, ഈ ആവോലിയായാലും അയിലയായാലും ക്ലീൻ ചെയ്യാൻ അധികം പണിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് തന്നെ അങ്ങ് വാങ്ങി വന്നു. മീൻ മാർക്കറ്റിലല്ലാണ്ട് നമ്മൾ മാളിലൊക്കെ പോയിട്ട് വാങ്ങണമെങ്കിൽ എല്ലായിടത്തും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തന്നെ കിട്ടും. അപ്പം മീനെല്ലാം മുറിക്കുന്ന കണ്ടിട്ട് ഉമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ മുറിക്കണോ. അപ്പോൾ ഇന്ന് ഏതായാലും ഉമ്മാക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കിച്ചണിലേക്ക് അടുപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെ പെട്ടെന്ന് പണിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ച്. ഉമ്മ പിന്നെ അപ്പുറത്ത് കുറച്ച് ക്ലീനിങ് പരിപാടിയും പിള്ളേരെല്ലായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ മുറിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല ഡീപ്പായിട്ട് സിങ്കും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്. അപ്പം അടുത്ത പരിപാടി തേങ്ങയാണ്. തേങ്ങ ചിരക്കലാണ് നമ്മൾ പറയൽ, ചിരകൽ എന്ന് പറയുമായിരിക്കും നിങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് സൂക്കൽ ബലാദി എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണിത്. അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങ ഉണ്ടായിരുന്നു അവിടെ. സാധാരണ ഉണക്ക തേങ്ങ കിട്ടില്ല, അപ്പോൾ ഫ്രഷ് കണ്ടപ്പോൾ കുറച്ചധികം വാങ്ങി. അപ്പം ഞാൻ ഗ്രൈൻഡറിലാണ് ഇത് ചിരകിയെടുക്കുന്നത്. ഈ ഒരു ഗ്രൈൻഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് എത്രയാ ഉപകാരം എന്ന് പറഞ്ഞാൽ തീരൂല. നമ്മൾ ഡെയിലി പത്തിലുണ്ടാക്കാനും നമ്മൾ നാടൻ നെയ്പ്പത്തിലുണ്ടാക്കാനും തേങ്ങ ചിരകാനും എല്ലാം യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലുലുവിലൊക്കെ പോയി തേങ്ങ കൊടുത്ത് ചിരകി അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് അപ്പം തന്നെ ചിരകി എടുക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരമായിട്ടുണ്ട് ഇത് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ആക്കാൻ. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ചിന്തിച്ചിട്ട് തേങ്ങൻ്റെ മുറി അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കൈക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം തേങ്ങ ചിരകിയെടുക്കാൻ. ഒരു വലിയ തേങ്ങയൊക്കെ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റും വേണ്ട, അതിൽ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ ചിരകിയെടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ ചിരച്ചെടുക്കുമ്പോൾ തേങ്ങൻ്റെ ചിരട്ടൻ്റെ അടി വരെ അങ്ങ് ചിരച്ചെടുക്കണ്ട, അങ്ങ് ലാസ്റ്റ് എത്തിക്കളഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ആ ചിരട്ടൻ്റെ കറുപ്പും കൂടി അങ്ങ് വരും. അതൊരു സ്പൂൺ കൊണ്ട് നമുക്കങ്ങ് ചിരണ്ടി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ തേങ്ങ ചേർക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല തേങ്ങ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കലാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ്. സാധാരണ ഉണ്ടാക്കാറുണ്ട് സാധാരണ ചോറ് വെക്കുമ്പോൾ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു വലിയ പച്ചമുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി മതിയാവും. ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ അതിന് കൂടെ തന്നെ അങ്ങ് മിക്സായി കിട്ടും. പിന്നെ നമ്മളെ ചമ്മന്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീനാണ്. നല്ല ചെറിയ പൊടിപ്പരിപ്പ് പോലത്തെ ഉണക്കച്ചെമ്മീൻ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറച്ച് നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിടിച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, നാടൻ ചമ്മന്തി. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല വെന്ത് കലങ്ങിയിട്ടുണ്ട്. നല്ല വേവ് വേണം, എന്നാലേ ചോറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് ഉപ്പും പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുക്കറിൽ ഒന്ന് പൊത്തി വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല മട്ട അരി, ഇളം ചുവപ്പ് നിറത്തിലുള്ള. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ മസാല പെരക്കി വെച്ചിട്ടുള്ള മീനിന് പൊരിക്കലാണ് അടുത്ത പരിപാടി. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കുക. അത് കഴിഞ്ഞ് വെന്ത് വരുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് 2 ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ട് വായിൽ വെള്ളം വരുന്നില്ലേ? അതുപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ അടുത്തതാരെന്ന് പറയുന്നത് പപ്പടമാണ്. നമ്മളിവിടെ ബിരിയാണി ആയാലും സാദാ ചോറായാലും പിള്ളേർക്കായാലും ഹസ്ബൻഡിനായാലും എല്ലാവർക്കും നിർബന്ധമുള്ളൊരു സാധനമാണ് പപ്പടം. അതോടെ പപ്പടത്തിന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ പപ്പടവും റെഡിയായി. പിന്നെ അടുത്ത ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ്. നല്ല തേങ്ങ അരച്ച മീൻ കറി. ഇത് സാധാരണ നമ്മൾ പത്തിലിനായാലും ദോശക്കായാലും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളത്. മീൻ കറി വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് വലിയ ഉള്ളിനേക്കാളും ചെറിയ ഉള്ളി ഉപയോഗിച്ചാലാണ്.
അപ്പോൾ എത്ര ചെറിയ ഉള്ളി ഇടുന്നോ അത്ര അധികം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് വലിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉരിഞ്ഞെടുക്കുക. അത് തന്നെയാണ് വലിയ പരിപാടി. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, പ്രത്യേകിച്ച് ചെറിയ ഉള്ളി. അപ്പോൾ ഇനി പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി ചതച്ചെടുത്ത് തന്നെയാണ്. എപ്പോഴും കറിയിൽ പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചെടുത്ത് ചേർക്കുന്നത് തന്നെയാണ് ഒരുപാട് ടേസ്റ്റ് ഉള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിരുന്നു. പിന്നെ കറിവേപ്പില കുറച്ചധികം തന്നെ ചേർക്കാം. പിന്നെ നമ്മൾ മീൻ കറിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് തക്കാളി. അപ്പോൾ വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ചധികം കറിയാക്കുന്ന കാരണം വൈകുന്നേരത്തേക്ക് കൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വലിയ 2 തക്കാളി തന്നെ എടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വെന്ത് എല്ലാം ഒന്ന് വെന്ത് പടിഞ്ഞ് വരണം. പ്രത്യേകിച്ച് തക്കാളി നന്നായി അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് പുളി. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മൂത്തമ്മാൻ്റെ സ്പെഷ്യൽ പുളി, മാട്ടൂല മൂത്തമ്മാൻ്റെ. അപ്പോൾ അതും കൂടി കുറച്ച് ഇടാം. സാധാരണ ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് മീൻ കറി ആക്കുമ്പോൾ. ഇതിപ്പം സമയം കിട്ടിയിട്ടില്ല, അത് കാരണം പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിക്കോളും. അപ്പോൾ വറ്റിയിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് തേങ്ങേൻ്റെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനു വേണ്ടി ഞാൻ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലൊരു 2-2.5 പിടി, ഒരു കൈപ്പിടി ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളതൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതും ഈ തേങ്ങയിലേക്ക് തന്നെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങക്കറി വെക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കൽ. ഇവിടെ പിന്നെ തേങ്ങേൻ്റെ ക്ഷാമം കാരണം തേങ്ങ അരപ്പ് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കലാണ് പതിവ്. അപ്പോൾ ഇതാ നമ്മളെ കറിയിലേക്കുള്ള മസാലകൾ നല്ല അലിഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വെള്ളം അധികം ആവാണ്ടിരിക്കലാണ്. വെള്ളം കൂടിയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല ഈ തേങ്ങക്കറി. ആ ഒരു ടേസ്റ്റ് തന്നെ മാറും അതിൻ്റെ. അതുകൊണ്ട് കണക്കായിട്ടുള്ള വെള്ളം മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നന്നായി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ തക്കാളീൻ്റെയും പുളീൻ്റെയും ഒക്കെ ടേസ്റ്റ് ഈ കറിക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ തന്നെ നമ്മുടെ മീൻ കറി റെഡിയാവും. കാരണം മീനിന് ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചോറിനേക്കുള്ള കുടംപുളിയിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മെയിൻ താരം ചട്ടി അൺബോക്സ് ചെയ്യുന്നു. അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ നാടൻ ചട്ടി പോലെയല്ല അവിടെ ഉണ്ടായിരുന്നത്. അകത്തൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് പോളിഷ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നാടൻ സ്റ്റൈലൊന്നും ഇതിന് കിട്ടൂല. എന്നാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും നല്ലൊരു ഫിനിഷിങ് ഉണ്ടായിരുന്നു ഇതിനെ കാണാൻ വേണ്ടി. കാണുമ്പോൾ തന്നെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. നമുക്കിനി ചട്ടിച്ചോറ് റെഡിയാക്കാം. അതിനായിട്ട് നല്ല ആവി പറക്കുന്ന ചോറാണ് ഇതിലേക്ക് ആദ്യം തന്നെ വിളമ്പുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല പല ഷേപ്പിലുള്ള ചട്ടി ചെറുതായാലും വലുതായാലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇങ്ങനെ മണ്ണിൻ്റെ ചട്ടിയിൽ കറിയും ചോറെല്ലാം പെരക്കി അടിക്കുന്ന പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പം ഇനി അടുത്തതായിട്ട് വിളമ്പുന്നത് പൊരിച്ച മീനാണ്. അപ്പോൾ 2 കുഞ്ഞ് അയില എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. ചോറിലേക്ക് തന്നെ നന്നായി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉമ്മാക്ക് മീൻ കറിനോട് അന്നൊരു പ്രത്യേക പിരിശം, അതുകൊണ്ട് ചെറുപയർ എടുത്തിട്ടില്ല. മീൻ കറി തന്നെ നല്ലോണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അടുത്ത ചമ്മന്തിയാണ്. ചമ്മന്തി ഒരു പിടി എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലായിട്ട് അത് ഇട്ട് കൊടുക്കുക. ചമ്മന്തി മാത്രം മതി ഇങ്ങനെ ചോറ് തിന്നണമെങ്കിൽ തന്നെ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങ ചമ്മന്തിക്ക്. അപ്പോൾ ഇനി ചട്ടിയിലേക്ക് വെക്കാനുള്ള നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന പപ്പടം, പിന്നെ അവസാനം ടൈറ്റായിട്ട് എടുത്തത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയച്ചാറാണ്. ഇതെൻ്റെ ചങ്ങായി സുമയ്യ എനിക്ക് കൊടുത്തയച്ചാണ്. അപ്പോൾ ചട്ടിച്ചോറ് റെഡി. ഇനി ഉമ്മാക്ക് കൊടുക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ചട്ടിച്ചോറ് വ്ളോഗ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ. എന്തായാലും ഉമ്മക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചട്ടിയിലൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ കൂടി അയച്ചു തരണേ. അപ്പോൾ ഒരുപാട് ഹാപ്പിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.